പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലെ രഹസ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 37-ാമത്തെ വാക്യം. യേശു തന്റെ ശിഷ്യന്മാരോട്, പ്രൈസലോ, കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം, വേലക്കാരും ചുരുക്കം. പ്രൈസലോ. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, തന്റെ ശിഷ്യന്മാരോട് കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം, വേലക്കാരും ചുരുക്കം. പ്രൈസലോ. ലോകമെമ്പാടുമുള്ള സകല ക്രൈസ്തവ വിശ്വാസികൾക്കും ദൈവം തന്നിരിക്കുന്ന ഒരു പ്രാർത്ഥന വിഷയമാണ് കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരും ചുരുക്കം. ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടി തന്ന വിഷയമാണ്. നിങ്ങൾ എത്ര പേര് അതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്? ലേരിയ. ഇപ്പൊ നമ്മുടെ കർത്താവ് നമ്മെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അനവധി വിഷയങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിലെത്ര വിഷയം നിങ്ങൾ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. പ്രൈസ്. ഇത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വചനം പറഞ്ഞത്. ഇതൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി തന്ന വിഷയമാണ്. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം എന്നുള്ളത്. പ്രൈസ്. അടുത്ത വാക്യം പറയുന്നത്, ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിനെ അപേക്ഷിപ്പിൻ. പ്രാർത്ഥനാ വിഷയമല്ലേ? പ്രാർത്ഥന വിഷയം തന്നെയാണ്. ഇതൊക്കെയല്ലേ നമ്മുടെ സഭയിൽ പ്രാർത്ഥിക്കേണ്ടത്, ഇതൊക്കെയല്ലേ വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ വിശ്വാസികൾക്ക് അതിന് സമയമില്ല. അല്ലേ? അവർക്ക് തമ്മിൽ അടികൂടാനും മത്സരിക്കാനും കടിപിടി ഉണ്ടാക്കാനും കുത്തിത്തിരിപ്പുണ്ടാക്കാനും ഭിന്നതയുണ്ടാക്കാനും വിഭാഗീയത ഉണ്ടാക്കാനും ജാതിയുടെ, നിറത്തിന്റെ, വിദ്യാഭ്യാസ, സാമ്പത്തികത്തിന്റെ, സൗന്ദര്യത്തിന്റെ പേര് പറഞ്ഞ് പാരമ്പര്യം പറഞ്ഞ് കലഹിക്കാനേ സമയമുള്ളൂ. യേശു പറഞ്ഞ പ്രാർത്ഥന വിഷയത്തിന് വേണ്ടി പലർക്കും സമയമില്ല. പ്രൈസ്. അപ്പം ഈ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ നമ്മുടെ അവകാശമാണ്, നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ യേശു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ പ്രാർത്ഥന വേലക്കാരെ അയക്കേണ്ടതിനായി യാചിപ്പിൻ എന്നതാണ്. വിതയ്ക്കുവാൻ ഒരു കാലം ഉണ്ടായിരുന്നു, ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ കൊയ്ത്തിന്റെ കാലം. നല്ല വിത്ത്, ഹല്ലേലൂയ, വിതയ്ക്കുന്നവർ മനുഷ്യപുത്രന്മാർ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം, കൊയ്യുന്നവർ ദുഷ്ടൻ, കൊയ്യുന്നവർ ദൂതന്മാർ, കള കൂട്ടി തീയിൽ ഇട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കുമെന്ന് നമ്മൾ ഈ മത്തായിയുടെ സുവിശേഷം, ഹല്ലേലൂയ, ഈ 9-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പ്രൈസ്. അപ്പം ദൈവവചനം എന്ന് പറയുന്നതെല്ലാം പ്രാർത്ഥിക്കുവാനുള്ള വിഷയങ്ങളാണ്. കാരണം ഇത് പ്രാർത്ഥനയുടെ കർത്താവായ യേശുക്രിസ്തു നൽകി തന്ന വചനമാണ്. യേശുവിന്റെ ശുശ്രൂഷയുടെ നല്ലൊരു ഭാഗവും പ്രാർത്ഥനയായിരുന്നു. പ്രൈസ്. പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമാണ് യേശു എല്ലാ ശുശ്രൂഷകളും ചെയ്തത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രാർത്ഥനയില്ലാതെ പലരും പോയി ശുശ്രൂഷ ചെയ്യുക, അവിടെ ഒന്നും സംഭവിക്കുന്നുമില്ല. എന്നാൽ നമുക്ക് ഓരോ പ്രാർത്ഥനയ്ക്കും മാതൃക നമ്മുടെ കർത്താവാകട്ടോ. പ്രൈസലോ. നിങ്ങൾ വളരെ പ്രാർത്ഥിക്കണം. പ്രൈസലോ. ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവൻ സ്വന്തം കുടുംബത്തിനും മക്കൾക്കും വേണ്ടിയിട്ടും തലമുറയ്ക്ക് വേണ്ടിയിട്ടും വേണം നന്മയ്ക്കും അനുഗ്രഹത്തിനും അവരുടെ ശാന്തിക്കും അവരുടെ സമ്പത്തിനും ജോലിക്കും വിദ്യാഭ്യാസത്തിനും അവരുടെ ആരോഗ്യത്തിനും വേണ്ടി മാത്രമുള്ളതാണ്. ഈ ലോകം മുഴുവൻ കൊയ്ത്തിനു വേണ്ടി വിളഞ്ഞു കിടക്കുക. അതുകൊണ്ട് വേലക്കാരെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, വേലക്കാർക്ക് വേണ്ടി അപേക്ഷിക്കുക എന്ന് പറയുന്ന പ്രാർത്ഥന ഇന്ന് സഭകളിൽ പോലും അല്ലേലിയ നിന്നുപോയി. അല്ലേലിയ. സഭയുടെ ശുശ്രൂഷകന്മാരെന്ന് പറയുന്നത്, അല്ലേലിയ, അവർക്ക് ഞായറാഴ്ച ഒരു മീറ്റിംഗ് അല്ലെ വെള്ളിയാഴ്ച ഉപവാസപ്പെടാത്ത മറ്റു മീറ്റിംഗ് പെട്ടെന്ന് ഒരു ദൈവവചനം എടുത്ത് വായിച്ച് അതിനൊരു ഒരു മുഖവരയൊക്കെ ഇട്ട് കുറെ റെഫറൻസ് ബൈബിളൊക്കെ തിരഞ്ഞല്ലേ റെഫറൻസ് നോക്കി, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിലുള്ള അനുയോജ്യമായ എല്ലാ സംവിധാനം അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടാക്കി ആ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ് പലരുടെയും കടമ. ലേലിയ. അല്ലാതെ കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കമാകിയാൽ അല്ലെങ്കിൽ കൊയ്ത്തിന്റെ യജമാനോട് അല്ലെങ്കിൽ കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിനെ അപേക്ഷിക്കുക എന്നുള്ള പ്രാർത്ഥന സഭയിലില്ല. ഞാൻ പല സഭയിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രൈസ്. നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് കർത്താവിന് നമ്മോട് വളരെ സ്നേഹം കൂടുന്നത്. ഹല്ലേലൂയ. രക്തം ചെയ്യും.
അപ്പൊ ഇവിടെ കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരെ ചുരുക്കം. മനുഷ്യരെ പിടിക്കുവാനുള്ള ശുശ്രൂഷ കർത്താവ് ശിഷ്യന്മാരെ പരമേൽപ്പിക്കാൻ പോവുകയാണ്. മുമ്പ് ശിഷ്യന്മാരൊക്കെ ചെയ്ത മീൻപിടുത്തമുണ്ടായിരുന്നു. ഇനി ആ മീൻപിടുത്തത്തിൽ നിന്ന് മാറ്റിയിട്ട് മനുഷ്യരെ പിടിക്കുന്ന ശുശ്രൂഷ വരെ വെളിപ്പിക്കാൻ പോവുക. കാരണം യേശു പുരുഷാരത്തെ കണ്ട് മനസ്സരിഞ്ഞു എന്നാണ് ഹല്ലേലൂയ സ്തോത്രം വാക്യം വായിക്കുന്നത്. പ്രൈസലോ. അവൻ പുരുഷാരത്തെ ഇടയിലില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നവരുമായി കണ്ട് മനസ്സരിഞ്ഞു. ഹല്ലേലൂയ. ചിന്നവരുമായി കണ്ട് അവരെ കുറിച്ച് മനസ്സരിഞ്ഞു. പ്രൈസലോ. അവിടെ ഇങ്ങനെയാണ് എഴുതിക്കുന്നത്, അവൻ പുരുഷാരത്തെ ഇടയില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സറിഞ്ഞു എന്നിട്ടാണ് ശിഷ്യന്മാരോട് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, താൻ പോയ ശേഷവും തന്റെ ശുശ്രൂഷ തുടരുവാൻ തന്റെ ശിഷ്യന്മാരായി വരുന്നവർ മനസ്സും കഴിവും ഉള്ളവരാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. യേശു ലോകം വിട്ടുപോകും, തന്റെ ശുശ്രൂഷ അവസാനിച്ച് താൻ പിതാവിന്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകും. താൻ പോയ ശേഷവും ഈ വേല ചെയ്യുവാൻ മനസ്സും ധൈര്യവും തന്റെയോടവും ആത്മസമർപ്പണവും ആത്മാഭിഷേകവും ഉള്ളവർ തന്നോടുകൂടെ ഉള്ളപ്പോൾ അവരെ അതിനുവേണ്ടി ഒരുക്കിയെടുക്കുവാൻ യേശു വളരെ പരിശ്രമിച്ചിരുന്നു. പ്രൈസലോ. അപ്പൊ യേശു തന്നോട് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ മുഴുവൻ വേലയ്ക്ക് വേണ്ടി ഒരുക്കി. അതേസമയത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്തൊരു ശുശ്രൂഷകൻ ആമേൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. ആ സഭയിൽ പാട്ടുപാടാനോ കഴിവുള്ളവരോ പ്രസംഗിക്കുവാൻ ശുശ്രൂഷകളുള്ള ആരെങ്കിലും സഹോദരനായ സൗകര്യം അവരെ വളർത്തിയെടുക്കുവാൻ ഇവർ തയ്യാറാകത്തില്ല. ഏതെങ്കിലും ഇത് ഇടിച്ചൊതുക്കുക. നിങ്ങളങ്ങനെ ഞാനങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. ലേലിയ. സഭയിൽ ഒരു ശുശ്രൂഷകനെ ഒരു ശുശ്രൂഷക്കാരത്തി ഉണ്ടെങ്കിൽ അവരെ വളർത്തിയെടുക്കണം, തലമുറകളെ വളർത്തിയിടണം. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ ദൈവദാസന്മാരുടെ ചിന്ത എന്താണെന്ന് പറയുന്നത്, അവരെ വളർത്തിയെടുത്ത് അവര് വലിയ പുള്ളികളായി കഴിഞ്ഞാൽ, അവർ വളർന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാനം പോകുമല്ലോ എന്ന് ഓർത്ത് അവര് ഒതുക്കുന്നവരുണ്ട്. പ്രൈസലോ. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഹല്ലേലൂയ 2 വർഷം ഞാൻ ആരോട് ഡൂലൂസ് പഠിച്ചു, പിന്നെ ഒരു 3 വർഷം പെരിയിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു കൂട്ടായ്മയോട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. ഹല്ലേലൂയ. അവിടെ ഉണ്ടായിരുന്ന ഒരു ദൈവദാസനുണ്ട്. ഹല്ലേലൂയ. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ സമയമുണ്ട് സഭയിൽ. ഞാൻ 5 വർഷമൊക്കെ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് എന്തിരി ആ സഭയിൽ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ പാപ്പച്ചൻ ബ്രദർ 1 മിനിറ്റ് കൊണ്ട് സാക്ഷ്യവും മെസ്സേജും പറഞ്ഞിരിക്കുമെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായത് എങ്ങനെ 1 മിനിറ്റ് കൊണ്ട് സാക്ഷ്യവും മെസ്സേജും പറയുന്നത്. ഞാൻ പിന്നെ പറയാറില്ല, കാരണം നമ്മളെ വളർത്താൻ ഒരു തയ്യാറായിട്ടില്ല, ഇടിച്ചൊതുക്കി. ഇന്ന് സഭയിൽ അതാണ് നടക്കുന്നത് കേട്ടോ. പക്ഷെ യേശു തന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ താൻ പോയ ശേഷം ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി അവരെ ഒരുക്കിയെടുത്തിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. അപ്പൊ ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുകയാണ് കൊയ്ത്ത് എന്ന് പറയുന്നത്. ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുന്നത് കൊയ്ത്ത്. ഹല്ലേലൂയ. യജമാനന്റെ വേലക്കാരായ ഓരോ ശിഷ്യനും ആകുവാനുള്ള കടപ്പാടുണ്ട്. യജമാനന്റെ നമ്മുടെ കർത്താവിന്റെ ശിഷ്യന്മാരായ ഓരോ ശിഷ്യന്മാർക്കും ആത്മാക്കളെ നേടുവാനുള്ള നല്ലൊരു കടപ്പാടുണ്ട്. ലോകം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു വലിയ വയലാണ് നമ്മുടെ ഹല്ലേലൂയ മുമ്പിൽ ഉള്ളത്. ലോകം മുഴുവൻ ഹല്ലേലൂയ ഉൾക്കൊള്ളുന്ന ഒരു വയലാണ് നാം വസിക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പം ഇത് കൊയ്ത്ത് കാലമാണ്. ഇത് കൊയ്ത്ത് കാലമാണ്. കൊയ്ത്തുകാർക്ക് ഹല്ലേലൂയ കർത്താവ് നല്ല പ്രതിഫലം, തക്ക പ്രതിഫലം നൽകും. കൊയ്ത്തിലേക്ക് കൂടുതൽ ശിഷ്യന്മാർ ഇറങ്ങുവാൻ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടപ്പാടാണ്. കേരളത്തിന്റെ, ഭാരതത്തിന്റെ, ലോകരാജ്യങ്ങളിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും സുവിശേഷം എത്താത്ത അനവധി സ്ഥലങ്ങളുണ്ട്. അവസാനത്തെ വ്യക്തി രക്ഷിക്കപ്പെടുന്നിടം വരെയും ദൈവം തന്റെ വേലക്കാരെ നിയോഗിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അവസാനത്തെ ലോകരാജ്യങ്ങളിൽ, ലോകരാഷ്ട്രങ്ങളിൽ അവസാനത്തെ വ്യക്തി രക്ഷിക്കപ്പെടുന്നിടം വരെയും കർത്താവ് ശുശ്രൂഷകരെ അയച്ചുകൊണ്ട് സുവിശേഷത്തിന് ഓരോരുത്തരെയും പ്രാപ്തരാക്കി ഈ ലോകമാകുന്ന വയലുകളിലേക്ക് അയച്ചുകൊണ്ടിരിക്കും. സഭയത് ചെയ്യണം കേട്ടോ. ഹല്ലേലൂയ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത, ഈ ദൈവസഭ എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ അല്ലെ ക്രൈസ്തവ സമൂഹം സുവിശേഷമാകുന്ന വചനം വിതയ്ക്കുന്നത്. ഹല്ലേലൂയ. അത് ഇവിടെ മതപരിവർത്തനമാണെന്ന് പറയുന്ന ഏതോ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് പിന്നെ അവരുടെ പേര് പറഞ്ഞ് നമ്മുടെ സമയം കളയണ്ട. അവരിങ്ങനെ പല്ലവി പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ആദിമസഭയിൽ, ഇന്ത്യയുടെ ആദിമ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം നമുക്കറിയാം, അനവധി മിഷനന്മാരുടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സഭയുടെ പ്രാരംഭകാലങ്ങളിൽ ഹല്ലേലൂയ ഒരുപാട് വിദേശ മിഷനന്മാരിവിടെ വന്നിട്ടുണ്ട്. അവരിവിടെ വന്നതൊന്നും ഹല്ലേലൂയ ഇവിടെ ഒരു തീവ്രവാദം ഉണ്ടാക്കാൻ വന്നതല്ല. ഈ കഴിഞ്ഞ ഏതൊരു മഹാൻ പറയുന്നത് കേട്ടു, പറയുന്നത് കേട്ടു, ഹല്ലേലൂയ ക്രൈസ്തവർ ഈ ദേശത്ത് വന്ന് സുവിശേഷം അറിയിച്ചും വിദേശ മിഷനന്മാർ വന്നതും ഇവിടെ തീവ്രവാദം വളർത്തിയെന്ന്.
ലേരിയ. എന്നെ കേൾക്കുന്ന സഹോദര, ഞങ്ങൾ തീവ്രവാദം വളർത്തിയില്ല. ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയ വിശുദ്ധന്മാരാരും തീവ്രവാദമല്ല വളർത്തിയത്. അക്ഷര വിദ്യാഭ്യാസമില്ലായിരുന്ന, സംസ്കാരമില്ലായിരുന്ന, ജീവിതത്തിൽ അടിമത്തത്തിൽ കിടന്ന ജനത്തെ അവരെ പരിജ്ഞാനത്തിലേക്ക് കൊണ്ടുവന്ന് വിദ്യാഭ്യാസം കൊടുത്ത് നല്ല വസ്ത്രം കൊടുത്ത് അവരെ അടിമച്ചന്തയിൽ നിന്ന് വിലയ്ക്ക് കൊണ്ട് വിറ്റ സാധനം അവരെ മോചിതരാക്കി. ലേരിയ. പള്ളിക്കൂടങ്ങളും പള്ളികളും ഒക്കെ പണിത് ആവശ്യമായ വിദ്യാഭ്യാസം ആതുര സേവന രംഗത്തെ ചാരിറ്റി വർക്ക് വളരെ ശക്തമായിട്ട് പെന്തക്കോസ്ത് അല്ലെങ്കിൽ ആദിമസഭയുടെ ക്രൈസ്തവ മിഷന്മാർ പ്രവർത്തിച്ചതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഞെളിഞ്ഞ് സംസാരിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ മിടുക്കല്ല. ഞങ്ങളാരും തീവ്രവാദം ഉണ്ടാക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നിടം വരെ മാനസാന്തരപ്പെടുന്ന ഞങ്ങൾ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കും. അത് തീവ്രവാദമല്ല. നിങ്ങൾ ചെയ്യുന്ന തീവ്രവാദത്തെ നിങ്ങൾ എടുത്തു പറയുന്നത് ഞങ്ങളത് ക്രൈസ്തവ ചെയ്യുന്നു. ഞങ്ങളല്ല തീവ്രവാദം ചെയ്യുന്ന ആരാ? നിങ്ങൾ തന്നെയല്ലേ. നിങ്ങളല്ലേ ക്രൈസ്തവ സമൂഹത്തെ കൊന്നൊടുക്കുന്നതും മുടിക്കുന്നതും നശിപ്പിക്കുന്നതും. ഞങ്ങളത് ചെയ്യാറില്ല കേട്ടോ. എത്രയോ ക്രൈസ്തവ മിഷണന്മാരെ, പുരോഹിതന്മാരെ നിങ്ങൾ കൊന്നു അടിച്ചൊതുക്കി. എത്രയോ കന്യാസ്ത്രീമാരെ, എത്രയോ പാസ്റ്റർമാരെ, വിശ്വാസികളെ നിങ്ങൾ തല്ലി. ഇന്നും എത്രയോ പേര് നിങ്ങൾ ജയിലടച്ചിരിക്കുന്നു. അതല്ലേ തീവ്രവാദം എന്ന് പറയുന്നത്. ലേരിയ. എന്തിനാണ് നിങ്ങൾ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടുന്നത്? ക്രിസ്തുവിനെ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ക്രിസ്തുവിനെ നിങ്ങൾ ഭയപ്പെടുന്നത്, നിങ്ങൾ ക്രിസ്തുവിനെ, സുവിശേഷത്തെ, സത്യവചനത്തെ, വേദപുസ്തകത്തെ നിങ്ങൾ ഭയപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന തീവ്രവാദത്തിന്റെ ആ സ്വഭാവമാണ് നിങ്ങൾ പുറത്തേക്ക് പറയുന്നത്. ലേരിയ. ഞങ്ങളെല്ലാവരും സ്നേഹിക്കുക. എല്ലാ കള്ളുകുടിയന്മാരെയും, എല്ലാ പെണ്ണുപിടിയന്മാരെയും, എല്ലാ മദ്യപാനികളെ, ലഹരിക്കടിപ്പെട്ട് പിടിച്ചുപറിക്കാരെയും, മോഷ്ടാക്കളെ, കൊള്ളക്കാരനെ, ദുഷ്ടന്മാരെ, അഹങ്കാരികളെ, താന്തോന്നികളായി ലഹരിക്കടിപ്പെട്ട് ഭ്രാന്തന്മാരെ പോലെ ജീവിക്കുന്ന സകലരെയും, കുഷ്ഠരോഗികളെയും ക്ഷയരോഗികളെയും അല്ലിയ വിവിധ രോഗത്തിന് വിധേയരായ ആളുകളെയൊക്കെ ഞങ്ങൾ അതിന് വിടുവിച്ച് ഞങ്ങൾ അവർക്ക് ഒരു നിത്യതയുടെ അനുഭവത്തെ, ഒരു നിത്യജന അവസരത്തെ പറഞ്ഞു കൊടുക്കുക. അതാണ് സുവിശേഷം കേട്ടോ. അതന്നെയല്ല, പണ്ട് പെണ്ണുങ്ങൾ മാറുന്ന വരെ വില പറഞ്ഞിരുന്ന കാലഘട്ടമുണ്ട്. പെണ്ണുങ്ങളെ മാറുന്ന വരെ നികുതി മേടിക്കുമായിരുന്നു. അല്ലിയ. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് അവരെ, ആ ഒരു പരിഷ്കാരത്തിൽ നിന്ന് അവരെയൊക്കെ മാറ്റിക്കൊണ്ടുവന്ന് അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തതും അങ്ങനെയുള്ള സംവിധാനത്തേക്ക് മാറ്റിക്കൊടുത്തതും ക്രൈസ്തവ മിഷന്മാരാണ്. സഹോദരിമാർക്കൊക്കെ ഇപ്പോൾ സ്വാതന്ത്ര്യത്തോടുകൂടി തലയുയർത്തി നടക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ഇവിടുത്തെ ക്രൈസ്തവ മിഷന്മാരാണ്. താങ്കൾ പഠിച്ച ഓരോ അക്ഷരങ്ങളും, മലയാളം എന്ന് പറയുന്ന ഓരോ അക്ഷരങ്ങളും വിദേശ മിഷന്മാർ നമുക്ക് ഈ രാജ്യം സംഭാവന ചെയ്തത് അല്ല, താങ്കളുടെ കുടുംബത്തിൽ നിന്നും കൊണ്ടുവന്നതല്ല. ലേലിയ. താങ്കളുടെ ഭരിക്കുന്ന പാർട്ടിയോ താങ്കൾ ഭരിക്കാത്ത പാർട്ടിയോ ആരുമായിരുന്നോട്ടെ, താങ്കളൊന്നും കൊണ്ടുവന്നതല്ല. ഇതെല്ലാം ക്രൈസ്തവ മിഷന്മാർ കൊണ്ടുവന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ സുവിശേഷം പറയുന്നത്. ഞങ്ങളൊക്കെ മരണം വരെ, അല്ലെങ്കിൽ കർത്താവിന്റെ വരെ ഞങ്ങൾ സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കും. അവസാനത്തെ വ്യക്തി രക്ഷിക്കപ്പെടുന്നിടം വരെ ഈ സുവിശേഷം ലോകമെമ്പും വ്യാപിച്ചുകൊണ്ടിരിക്കും. അതിനെ നിങ്ങൾക്ക് തടയുവാൻ കഴിയില്ല. അതിനെ നിങ്ങൾക്ക് ജയിലടച്ച് പൂട്ടാൻ കഴിയത്തില്ല. യേശുവിനെ അന്ന് നിങ്ങളുടെ ആളുകൾ നിങ്ങളെയൊക്കെ പിടിച്ച് യേശുവിനെ കൊന്ന് കല്ലറയ്ക്കത് ഒതുക്കി. ഇനി സുവിശേഷം വ്യാപിക്കരുത്. പക്ഷേ 3-ാം നാൾ കല്ലറയെ ഭേദിച്ച് പുറത്തു വന്ന ഒരുവനുണ്ട്. അവന്റെ ശിഷ്യന്മാരാ ഞങ്ങൾ. അതുകൊണ്ട് ഈ ലോകമാകുന്ന വയലിൽ ഞങ്ങൾ സുവിശേഷം പറയും. ഇവിടെ ഞങ്ങൾ കൊയ്തെടുത്തുകൊണ്ടിരിക്കും. ആത്മാക്കളെ നേടിക്കൊണ്ടിരിക്കും. പ്രൈസലോ. അത് മതപരിവർത്തനമല്ല കേട്ടോ. ഞങ്ങൾ ആരെയും മതത്തിലേക്ക് വരാൻ പറഞ്ഞില്ല. ഞങ്ങൾക്കൊരു മതമില്ല. അതാണ് വിഷയം. നിങ്ങൾക്കെല്ലാം ഒരു മതമുണ്ടല്ലോ. ക്രൈസ്തവ വിശ്വാസികൾക്ക് ഞങ്ങൾ വേർപെട്ട ദൈവം. ഞങ്ങൾക്കൊരു മതമില്ല. ഞങ്ങൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്. പാപത്തിൽ വീണ് കിടക്കുന്ന ജനത്തെ ആ പാപത്തിന് വിടുവിച്ച് മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന് അവന്റെ കുടുംബത്തിനകത്ത് സന്തോഷം കൊടുക്കുക, സമാധാനം കൊടുക്കുക എന്നുള്ളതാണ് സുവിശേഷം. ഞാനതിന് ഉദാഹരണമാണ്. ഈ 25 വർഷം മദ്യത്തിനും മയക്കുമരുന്ന് ലഹരിക്ക് വഴിപ്പെട്ട് ഈ ലോകത്തിലെ ജടികമായ എല്ലാ ദുഷ്പ്രവർത്തനത്തിൽ അകപ്പെട്ട് സമാധാനമില്ലാതെ നാടിനും ദേശത്തിനും സമൂഹത്തിനും നിയമത്തിനും മുന്നിൽ കുറ്റവാളിയായി ജീവിച്ച എന്റെ ജീവിതം. ലേലിയ. അങ്ങനെ ജീവിച്ച എന്റെ ജീവിതത്തിനകത്ത് എനിക്കൊരു വിടുതൽ തന്നു, മോചനം തന്നു ഈ സുവിശേഷമാണെന്ന്. ഈ സുവിശേഷം അതുകൊണ്ടാണ് ഞാൻ മാറോട് ചേർത്ത് പിടിച്ച് പ്രസംഗിക്കുന്നത്. ഈ സുവിശേഷം അതുകൊണ്ടാണ് പറയുന്നത്. അത് തീവ്രവാദമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥ തീവ്രവാദിയാണ്. ഞങ്ങളല്ല തീവ്രവാദി. ഞങ്ങളെല്ലാവരും സ്നേഹിക്കുന്നു. രക്തജയം. കഴിഞ്ഞ ദിവസം ഞാൻ സുവിശേഷം ഇങ്ങനെ കടൽപ്പുറത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ദൈവദിനം ധ്യാനിക്കാറുണ്ട്. അങ്ങനെ ദൈവദിനം ധ്യാനിച്ചൊരു മെസ്സേജ് പറഞ്ഞുകൊണ്ട് ഒരു സഹോദരൻ ഓടി എൻ്റെ ഇരിക്കൽ വന്നു. പ്രൈസറോ. ആ സഹോദരൻ ഓടി വന്നിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു. ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ സൂചിച്ചായിട്ടും വിളിച്ചു പറയുക. ഞാൻ എന്തായാലും ഇത് പറഞ്ഞു തീരുന്നപ്പോൾ അദ്ദേഹം ക്ഷമയോടെ എന്നെ ശ്രദ്ധിച്ച് എന്നെ വീക്ഷിച്ചുകൊണ്ടിരുന്നത് ഞാനത് പറഞ്ഞു നിർത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ ഇരിക്കൽ വന്നു.
എന്റെ സാറേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ വേദനകൾ, സങ്കടങ്ങൾ, 30 വർഷം വിദേശ രാജ്യത്ത് കിടന്ന് കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് സകലതും ഉണ്ടാക്കി അവസാനം ഒന്നുമില്ലാത്തവനായി, നിരാശനായി, ദുഃഖിതനായി കടപ്പുറത്ത് മണലിന്റെ മേൽ വന്ന് കിടക്കുക വെയിലത്ത്. ഞാൻ ചോദിച്ചു, ഏട്ടാ ഈ വെയിലത്ത് കിടന്ന് എങ്ങനെ ഉറങ്ങും? അല്ലേ? അദ്ദേഹം പറഞ്ഞു, ജീവിതത്തിൽ ഒരുപാട് നിരാശയാ സഹോദര. എന്നോട് ചോദിച്ചു, ജോലി എന്താ? ഞാൻ പറഞ്ഞ സുവിശേഷകനാ. എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ ഒരു മെസ്സേജ് പറയുന്നത്, സുവിശേഷത്തിന്റെ ഒരു സന്ദേശം പറയുക. ഇവിടെ ആകുമ്പോൾ ഏകാഗ്രതയുണ്ട്. അതിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ നമുക്ക് സുവിശേഷം വിളിച്ചു പറയാൻ പറ്റും. അദ്ദേഹം വളരെ എനിക്കത് സങ്കടം പറയുമ്പോൾ എനിക്കൂടെ സങ്കടം തോന്നി. ഞാൻ അദ്ദേഹത്തെ പറഞ്ഞ് ബലപ്പെടുത്തി. എന്തിനാ? അദ്ദേഹത്തോട് ഞാൻ എന്റെ മതത്തിലേക്ക് വരാൻ പറഞ്ഞില്ല. അദ്ദേഹം അവസാനം ഞാൻ പറഞ്ഞിട്ട്, നിങ്ങൾ എന്റെ മതത്തിൽ പോവാ, നിങ്ങൾ എന്റെ മതത്തിൽ വന്നാൽ രക്ഷപ്പെടുമെന്ന് ഞാൻ പറഞ്ഞത്. കാരണം എനിക്കൊരു മതത്തിലേക്ക് കൂട്ടിക്കൊണ്ടൊരു മതമില്ല. എനിക്കൊരു മതമില്ല. ഞാൻ ക്രിസ്തുവിൽ ആമീന്റെ ശിഷ്യനാണ്. ക്രിസ്തു ഞങ്ങളെ ഏൽപ്പിച്ചൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ മതമല്ല. ഇങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഹല്ലേലൂയ, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരെ ചുരുക്കം. ഹല്ലേലൂയ. എത്രയോ ആയിരക്കണക്കിന് ജനങ്ങളാണ് സഹോദരൻ മദ്യത്തിനും മയക്കുവിനും ലഹരിക്കും അടിമപ്പെട്ട് ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ കിടക്കുന്നത്. അവരൊക്കെ ഞങ്ങളെയാ വിളിക്കുന്നത്. നിങ്ങളെ ആരെങ്കിലും വിളിക്കാറുണ്ടോ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ? നിങ്ങളെ ആരും വിളിക്കും? നിങ്ങളുടെ ആൾക്കാർ പോലും ഞങ്ങളെ വിളിക്കുന്നത്. നിങ്ങളുടെ ആൾക്കാർ പോലും ഞങ്ങളെ വിളിക്കുക. എന്റെ സാറേ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ അച്ചായന് വേണ്ടി, ചേട്ടന് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അവരുടെ വഴിവിട്ട ജീവിതം, ഞങ്ങളാ ദൗത്യം ഏറ്റെടുത്ത് ചെയ്യുന്ന തീവ്രവാദമാണ്. നിങ്ങളോട് ആരാ പറഞ്ഞേ? അല്ലേ, തീവ്രവാദ സ്നേഹിത, താങ്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. താങ്കളും രക്ഷയുടെ അനുഭവത്തിലേക്ക് വേണം. താങ്കളുടെ ഉള്ളിലെ ഈ തീവ്രവാദ, ഈ ജഡികമായ സ്വഭാവങ്ങൾ മാറി താങ്കൾ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ കഴിയണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, ഇന്ന് കാണുന്നിടങ്ങളിലെല്ലാം ജനങ്ങൾ വേഗത്തിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർ സ്നാനമേൽക്കുന്നു, അഭിഷേകം പ്രാപിക്കുന്നു, ദൈവവേലയ്ക്കായി മാറുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നു. എന്നിരുന്നാലും ഇത്രമാത്രം പോരാ. ഈ ഇന്ത്യ മുഴുവൻ, ഇന്ത്യയുടെ 6 ലക്ഷത്തിലധികം ഗ്രാമങ്ങൾ, ഹല്ലേലൂയ, ലോക രാജ്യങ്ങൾ, 7 ഭൂഖണ്ഡങ്ങളിൽ ജനവാസം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഈ സുവിശേഷം വ്യാപരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നതാണ്. അത് കർത്താവ് പറഞ്ഞതാ കേട്ടോ. ഞങ്ങൾ സ്വന്തമായിട്ട് തെരഞ്ഞെടുത്തില്ല. കർത്താവ് പറഞ്ഞു. അല്ലെങ്കിൽ മർക്കൂസിന്റെ സുവിശേഷം 16-ാം അധ്യായം വരെ 16 തൊട്ട് വാക്യങ്ങൾ വായിക്കണം. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പിച്ചിവിടെ മോളിൽ നിന്ന് വായിച്ചു കേട്ടോ. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി എന്ന് പറഞ്ഞാൽ സകല ജനത്തോട് സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുക, സ്നാനം ഏൽക്കുന്നതിന് ശേഷം രക്ഷിക്കപ്പെടുമെന്നാണ്. വിശ്വസിക്കാത്ത ശിക്ഷാവിധിയിൽ അകപ്പെടും. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇത് പണത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, പണം ആഗ്രഹിച്ച്, പണം മോഹിച്ചിട്ടും ചെയ്യുന്നതല്ല. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ പല ദൈവദാസിദാസന്മാര്, ക്രൈസ്തവ സമൂഹം അത് ഏറ്റെടുത്തിട്ട് അവർക്ക് ഈ ലോകത്തിൽ സുഖലോലുപം ജീവിതം നിങ്ങളെപ്പോലെ ചെയ്യാമായിരുന്നു. അതൊക്കെ അവർ ത്യജിച്ചിട്ടാണ് കർത്താവിന്റെ ക്രൂശ് എടുത്തുകൊണ്ട്, കർത്താവിനെ അനുഗമിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നത്. താങ്കളെപ്പോലെ ആയിരക്കണക്കിന് 10,000കണക്കിന് ജനങ്ങൾ മദ്യപിച്ച് വെളിവില്ലാതെ കിടക്കുക. നിങ്ങൾ ബീവറേജിന്റെ വടിക്കിൽ പോയി നോക്ക്, കള്ളുഷാപ്പിന്റെ വടിക്കിൽ പോയി നോക്ക്, ബാറിന്റെ വടിക്കിൽ പോയി നോക്ക്. സുബോധം നഷ്ടപ്പെട്ട് കുളിക്കുകയില്ല, നനയ്ക്കുകയില്ല, വല്ലും തേക്കത്തിലെ മുടിയും വെട്ടൻ ഷേവിങ് ചെയ്യാത്ത, അല്ലെങ്കിൽ യാതൊരു വൃത്തിയില്ലാത്ത എത്രണ്ണം അല്ലെങ്കിൽ ഇതിന്റെ മുമ്പിൽ അടിച്ച് പൂസായി വാള് വെച്ച് കിടപ്പുണ്ട്. അവരെയൊക്കെ നിങ്ങൾ ചേർത്ത് പിടിക്കുവോ? നിങ്ങൾ ചേർത്ത് പിടിക്കത്തില്ല. അവരെ ചേർത്ത് പിടിക്കും ഞങ്ങളാ അവരെ ചേർത്ത് പിടിച്ച് അവരോട് ഞങ്ങൾ സുവിശേഷം പറയും, അവൻ രക്ഷപ്പെടാൻ വേണ്ടി. നിങ്ങളൊരു കുഷ്ഠരോഗി ഇരിക്കാൻ ചെല്ലുവോ? നിങ്ങൾ ക്ഷയരോഗി ഇരിക്കാൻ ചെല്ലുവോ? ചെല്ലത്തില്ല. അല്ലെങ്കിൽ ഒരു വീട്ടിൽ പലരും ക്ഷയരോഗത്തെ കിടക്കുക, ആരോട് ചെന്നില്ല. അവരുടെ സമുദായം ചെന്നില്ല. അവരെന്നെ വിളിച്ചു, ബസ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞങ്ങളെല്ലാം അസുഖക്കാരൻ. അവരുടെ ക്ഷയരോഗമല്ല നോക്കിയത്, ഞാൻ അവരെയാ നോക്കിയത്. ഞാൻ അവിടെ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ അവരുടെ സമുദായം ചെന്നില്ല, അവരുടെ കൂട്ടക്കാർ ചെന്നില്ല. പിന്നാണോ നിങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന തീവ്രവാദം എന്ന് പറയുന്നത്? താങ്കളുടെ മുറിവിലേക്ക് കിട്ടുവാൻ ദൈവം ഞങ്ങളെ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ ചിന്താഗതിയൊക്കെ മാറ്റി, സുവിശേഷം ഒരു സത്വർത്തമാനമാണ്, ഒരു നല്ല വാർത്തയാണ്, നിത്യജീവന്റെ വാർത്തയാണ്. ഹല്ലേലൂയ. അത് നിങ്ങൾ പ്രാപിക്കണം. നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കണം. താങ്കൾ സ്വർഗരാജ്യത്തിൽ ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. താങ്കൾ എന്ന് സുവിശേഷത്തിലെ പടവാളും എടുത്ത്, വാളും പടിയുമായി കുറുപടിയായി എടുത്ത് ദൈവമക്കളെ, ദൈവദാസന്മാരെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, താങ്കൾ നിത്യതയിൽ കാണണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന താങ്കളുടെ സുവിശേഷം പറയുന്നത്. ഹല്ലേലൂയ. എത്രയോ സ്ഥലങ്ങളിൽ ദൈവവചനം, സുവിശേഷം വലിച്ചു പിടിച്ച് പിച്ച് ചീന്തി തീ കത്തിച്ച് കളഞ്ഞു, ചവിട്ടി കിന്നു.
ന്യായവിധി നാളിൽ താങ്കൾ അല്ലെങ്കിൽ കർത്താവിന്റെ സംഘം ഓടി ഒളിക്കാൻ പറ്റത്തില്ല. ഞാനിത് ചെയ്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. താങ്കൾ ചെയ്യുന്നതെല്ലാം ജീവന്റെ പുസ്തകത്തിൽ, കർത്താവ് സ്മരണയുടെ പുസ്തകത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിലെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. താങ്കൾ ചെയ്തതെല്ലാം പുസ്തകം തകർക്കും. അന്നൊരു ദിവസമുണ്ട്, ആ ന്യായാധിപന്റെ മുമ്പാകെ കർത്താവ് ന്യായസിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നീ ചെയ്തതെല്ലാം എണ്ണി എണ്ണി ചോദിക്കൊരു നാളുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ലോകം മുഴുവൻ സുവിശേഷം അറിയണം. ഇന്ത്യയിൽ ഏകദേശം 145 കോടിയിലധികം ജനങ്ങളുണ്ട്. 70 കോടി ഗ്രാമങ്ങളുണ്ടെന്നാണ്. 1652 ഭാഷകൾ ഇവിടെ സംസാരിക്കുന്നു. 3000-ലധികം ജാതികളുണ്ട്. അല്ലെ, ഇനി കാടുകളിലും മലകളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അല്ലെങ്കിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് ആദിവാസികൾ ട്രൈബൽ മേഖലയിലുണ്ട്. അല്ലെ, ഇങ്ങനെ വിവിധമായ സ്ഥലങ്ങളിൽ ഇന്നും സുവിശേഷം എത്താത്ത കോടിക്കണക്കിന് ജനങ്ങൾ ഭാരതത്തിലുണ്ട്. ഈ ലോകത്തിന് 7 ഭൂഖണ്ഡങ്ങളിലുമുണ്ട്. അവർ സുവിശേഷം അറിയണം, അവർ സത്യം അറിയണം, നിത്യജീവനെ പ്രാപിക്കണം, ജീവന്റെ നായകനെ ക്രിസ്തുവിനെ അവർ തിരിച്ചറിയണം, അവരുടെ പാപത്തിന്റെ വഴിവിട്ട് മടങ്ങി വരണം, അവർ സ്വർഗരാജ്യത്തിന്റെ മക്കളായി തരണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ സുവിശേഷം അറിയിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, ഞാൻ പോയ ശേഷം ഈ വേല ഏറ്റെടുത്തിരിക്കണം, നിങ്ങൾ എന്നെ പോലെ ശക്തരായി മാറണം. യേശു പറയാ, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരെ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പി. ലേലിയ. അങ്ങനെയൊക്കെ ഞങ്ങൾ ഈ സുവിശേഷം പ്രസംഗിക്കുന്നത് കേട്ടോ. ലേലിയ, ഞങ്ങൾ നിങ്ങളെല്ലാം സ്നേഹിക്കുന്നു. ഞങ്ങൾക്ക് ശത്രുക്കളില്ല. അതാണ് ഞങ്ങളുടെ പ്രശ്നം. ലേലിയ, നിങ്ങൾക്ക് ഞങ്ങൾ ശത്രുവല്ലേ? നിങ്ങൾക്ക് ഞങ്ങൾ ശത്രുവാണ്. പക്ഷെ നിങ്ങൾക്കൊരിക്കലും ശത്രുക്കളല്ല. നിങ്ങൾ ഞങ്ങൾക്ക് ശത്രുക്കളാവുമ്പോഴും ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ്. ശത്രുവിനെ സ്നേഹിപ്പാൻ കർത്താവ് ഞങ്ങളോട് പഠിപ്പിച്ചു. നിങ്ങളെ ഉപദ്രവിക്കുന്നവരോട് പ്രാർത്ഥിപ്പാൻ കർത്താവ് പഠിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ശത്രുക്കളല്ല, നിങ്ങളുടെ മിത്രങ്ങളാ. നിങ്ങൾ ഞങ്ങളെ കൊല്ലാൻ അരയും വയറും മുറുക്കി വാളും പടിയും തോക്കുമായി വന്നാലും ഹല്ലേലൂയ, ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാ. മരിച്ചു വീഴുന്നിടം വരെ നിങ്ങൾ മാനസാന്തരപ്പെടാൻ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടരാണ് ഞങ്ങൾ കേട്ടോ. ഹല്ലേലൂയ, പ്രൈസ്. ഞങ്ങളുടെ പ്രാർത്ഥനയാണ് സഹോദര ഈ ലോകത്തിന്റെ നിലനിൽപ്പ്. ഇനി അല്ലെന്ന് നിങ്ങൾ നിഷേധിച്ചാലും എന്നെ സംബന്ധിച്ച് പ്രശ്നമില്ല. 100,000 ജീവിതം വിളിച്ചാലും അത് തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഈ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ അനവധി ആളുകൾ എന്നെ കൈ കാണിച്ചു നിർത്താറുണ്ട്. നടന്നു പോകുന്ന പലരും നിർത്തിയിട്ടുണ്ട്, പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാനൊരു മടിയില്ലാതെ പെരുവഴി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സങ്കടങ്ങൾ ദുഃഖങ്ങളെയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കും. നിങ്ങളോടാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളോട് പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന തീവ്രവാദ സ്വഭാവത്തെ മാറാത്തടത്തോളം കാലം നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമുക്കെല്ലാവരും സ്നേഹിക്കാൻ കഴിയണം. നിങ്ങൾ താമസിക്കുന്ന ഗ്രാമത്തിൽ ഒരുപാട് തമിഴ്നാട്ടുകാരി പാട്ട് പറക്കാൻ വന്ന് കുപ്പിപ്പാട്ട് പറക്കുന്നവരുണ്ട്. ഒരുപാട് അല്ലെങ്കിൽ മറ്റു അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. അതിനകത്ത് നല്ലവരും മോശമൊക്കെ ഉണ്ട്. അവരെല്ലാം നമ്മൾ മോശക്കാരായിട്ട് കാണാതെ നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ, അവരുടെ ഭാഷ അറിയാമെങ്കിൽ നമ്മൾ അവരോട് സുവിശേഷം പറയണം, സത്യത്തെക്കുറിച്ച് പറയണം, അവരുടെ ഭാഗത്തെ തെറ്റുകളോടെ തിരുത്തുവാൻ ശ്രമിക്കണം. ഹല്ലേലൂയ. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതാ സുവിശേഷം കേട്ടോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ മദ്യത്തിന് അടിമയായിട്ട് എത്രയോ കാലമായി. ലഹരിക്ക് അടിമയെ, പുകവലിക്ക് അടിമയെ, മുറുക്കാന് തമ്പാക്കനൊക്കെ നീ അടിമയല്ലേ? നിന്റെ മക്കൾ അതിനകത്ത് ബന്ധിക്കപ്പെട്ടു പോയില്ലേ? സഹോദരന്റെ ഭർത്താവിൽ ബന്ധിക്കപ്പെട്ട് കിടക്കല്ലേ? സഹോദരൻ ഭാര്യയുടെ ജീവിതത്തിനകത്തെ പ്രതിസന്ധി മനസ്സിലാക്കുന്നതിൽ ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞ് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതൊക്കെ സുവിശേഷം. ഇതൊന്നും ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നതല്ല. പിന്നെ ആരോ എവിടുന്നൊക്കെ ഇന്ന് മാളത്തിലിരുന്ന് പറയുന്നത് ക്രിസ്ത്യൻ മിഷനുമാരെല്ലാം തീവ്രവാദം വളർത്തിയെന്ന്. ഞങ്ങൾ ഒരിക്കലും തീവ്രവാദം വളർത്തുന്നില്ല. കാരണം ഞങ്ങൾ ക്രിസ്തു ശിഷ്യന്മാരെ യേശുവിന് തീവ്രവാദം എന്ന് പറയുന്നതേ ഇല്ല. യേശുക്രിസ്തുവിനും യേശുക്രിസ്തുവിന്റെ മതത്തിനും യേശുക്രിസ്തുവിന്റെ വിശ്വാസികൾക്കും തീവ്രവാദ ബന്ധങ്ങളില്ല. തീവ്രവാദമായിട്ട് അവർക്ക് യാതൊരു പൊരുത്തവുമില്ല. അല്ലേ? അവർ തീവ്രവാദികളല്ല, ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അനേക സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, അനവധി ദ്വീപുകളും അനവധി ട്രൈബൽ മേഖല സുവിശേഷിക്കപ്പെടേണ്ട കർത്താവിന്റെ വരവിനായി എല്ലാവരും ഒരുക്കണം. കർത്താവിന്റെ വരവിനായിട്ട് എല്ലാവരും ഒരുക്കണം. അതുകൊണ്ട് നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിക്കാൻ കാണുന്നുണ്ട്. ഹല്ലേലൂയ. വചനം പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്:
സ്തോത്രം. ആമേനാമൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. ഹല്ലേലൂയ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ, ഹല്ലേലൂയ, അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലും വളരെ ഫലം കായ്ക്കും. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? ഇവിടെ കുറിച്ച് പറഞ്ഞ, അക്കാലത്ത് യഹൂദമതം സ്വീകരിച്ച ഗ്രീക്കുകാർ യെരുശലേമിൽ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 3:10 കാണാൻ കഴിയും. യഹൂദ മതാനുസാരികളും ഹല്ലേലൂയ ഷണ്ഡന്മാരും ഇത്തരം യഹൂദന്മാരായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഇവിടെ യവനന്മാരായ ഗ്രീക്കുകാർ, യഹൂദന്മാർ ഗ്രീക്ക് പേരുകാരനായ ഫിലിപ്പോസിനെ സമീപിച്ച് യേശുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിക്കുന്നു. യേശുവിന്റെ ജനന സമയത്ത് പൗരസ്ത്യർ തന്നെ കാണാൻ വന്നു എങ്കിൽ ഇപ്പോൾ പാശ്ചാത്യർ ഹല്ലേലൂയ അവനെ കാണാൻ വരിക. അല്ലെ, അന്ത്രയോസും ഫിലിപ്പോസും ഗ്രീക്ക് പേരുകളാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് ചരിത്രമാകട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഹല്ലേലൂയ ജീവൻ എങ്ങനെ വികസിക്കുന്നു, ഒരു ഗോതമ്പ് മണി മുളച്ചു വളർന്നു ഫലം കായ്ക്കുന്നതിനോട് ബന്ധപ്പെടുത്തിയാണ് ജീവനെ കുറിച്ച് പറയുന്നത്. പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിയെ എന്നും ആ പാപത്തിൽ തന്നെ മരിക്കും. പാപം ചെയ്യുന്ന മരിക്കുന്ന. എന്നാൽ ആ മനുഷ്യനോട് പാപത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്ത് ബോധമാക്കി കൊടുത്തി ആ മനുഷ്യനെ പാപത്തിന് പിന്തിരിപ്പിച്ച് ആ മനുഷ്യൻ ജീവനെ വളർത്തി കൊടുക്കുമ്പോൾ തന്റെ തെറ്റുകൾ തിരുത്തി മടങ്ങി വരും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന് ഒരു ഹല്ലേലൂയ ധാന്യമണി ചാകുമ്പോൾ അതിൽ നിന്നും ഒരു പുതുജീവൻ പുറത്തു വരും. ഒരു ഗോതമ്പ് മണി ചാകുമ്പോൾ അതിൽ നിന്ന് അനവധി ഗോതമ്പ് മണികൾ പുറത്തു വരുന്ന പോലെ ഒരു പാപിയായ മനുഷ്യൻ മാനസാന്തരപ്പെടുന്ന കൂടി അനവധി പാപികൾക്ക് മാനസാന്തരം ഉണ്ടാകുന്നു. ഒരു പാപിയുടെ മാനസാന്തര മുഖാന്തരം ആ കുടുംബം മുഴുവൻ ഇടിക്കപ്പെടുന്നു. അല്ലെങ്കിൽ അത് സുവിശേഷ വിരോധം, സുവിശേഷത്തിന് അല്ലെങ്കിൽ അത് സുവിശേഷം തീവ്രവാദമായിട്ട് കാണരുത്. ആ വിഷയത്തെ ഒരു പാപിയുടെ രക്ഷയെ കാണണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം ജീവനുള്ള വളരെയധികം ഹല്ലേലൂയ സ്വതം ജീവനുള്ള വളരെയധികം മണികൾ അതിൽ നിന്ന് ഉണ്ടാകുന്നു. ഇതുപോലെ തന്റെ മരണം മുഖാന്തരം യേശുവിന്റെ മരണമുഖാന്തരം അനവധി ജീവനെ ദൈവം പുറത്തെടുത്തു. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നു, അത് ചത്തുവെങ്കിലോ അല്ലെങ്കിൽ ചാകുന്നില്ല തനിയിരിക്കും, ചത്തും വളരെ ഫലകായി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ യേശു മാനകുലത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചത് മുഖാന്തരം അനവധി പാപത്താൽ നിറയപ്പെട്ട് കിടന്ന്, ശാപത്താൽ നിറയപ്പെട്ട് കിടന്ന്, ബന്ധനങ്ങൾ അകപ്പെട്ട് കിടന്നിരുന്ന അനവധി ആളുകളെ യേശുവിന്റെ മരണത്തോടുകൂടി അനേകം പുതുജീവൻ പ്രാപിച്ചു. ഹല്ലേലൂയ. അത് സുവിശേഷമാകട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സുവിശേഷം പറയുന്നത്. സുവിശേഷം നല്ല വാർത്ത. ഹല്ലേലൂയ. ഈ നല്ല വാർത്ത നിങ്ങളുടെ കാതുകൾ കൊണ്ട് കേൾക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് കൊയ്ത്തിന് വേലക്കാരെ അയക്കണമേ എന്ന് പറയും. മിഷണറികളെ അയക്കണമേ, പ്രാപ്തനായ വീരന്മാരെ അയക്കണമേ, രക്തസാക്ഷികളെ എഴുന്നേൽപ്പിക്കണമേ, നിന്നെ സ്നേഹിക്കുന്ന 1000 ജനങ്ങളെ എഴുന്നേൽപ്പിക്കണമേ എന്ന് വേണം യാചിക്കുവാൻ. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ പറഞ്ഞ കർത്താവ് വേലക്കാരെ അയക്കണം. ലോകമെമ്പാടും വേലക്കാരെ അയക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ജനത്തിനും കർത്താവിന്റെ വേല ചെയ്യാം. അതുകൊണ്ട് വേലക്കാരെ അയക്കുവാൻ, മിഷണറിമാരെ അയക്കുവാൻ, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വീരന്മാർ എഴുന്നേൽക്കുവാൻ വേണ്ടി രക്തസാക്ഷികളെ എഴുന്നേൽപ്പിക്കുവാൻ, കർത്താവിനെ സ്നേഹിക്കുന്ന 1000 ജനങ്ങളെ പാപത്തിന് വിടിവിച്ച് നിത്യജീവനിലേക്ക് കൊണ്ടുവരുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ലോകമെമ്പാടും സുവിശേഷീകരിക്കപ്പെടാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. ലോകമെമ്പാടും ഹല്ലേലൂയ അവസാനത്തെ ജനം പോലും രക്ഷിക്കപ്പെടുന്ന വരെ സുവിശേഷം വ്യാപിച്ചുകൊണ്ടിരിക്കും. ജയം ഒന്നെങ്കിൽ അവസാനത്തെ ജനം രക്ഷിക്കും, അല്ലെങ്കിൽ കർത്താവിന്റെ വരവരെ ഈ സുവിശേഷം ഇവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിനെ അടച്ചു പൂട്ടാനൊന്നും ഒക്കത്തില്ല. അടച്ചുപൂട്ടി വെക്കാൻ പറ്റത്തില്ല. ഇതിനെ കല്ലറയ്ക്കകത്ത് ഒതുക്കാൻ പറ്റില്ല, ജയിലിലിട്ട് പൂട്ടാൻ പറ്റത്തില്ല. ഒരിക്കൽ പൗലോസും ശീലാസും സുവിശേഷം അറിയിച്ചു ചെല്ലുന്ന സമയത്ത് വെളിച്ചപ്പാടത്തിയുടെ മേലുണ്ടായിരുന്ന ദുരാത്മാവിനെ നീക്കി അവർ ക്രിസ്തുവിനെ അനുഗമിച്ചു.
ഇപ്പോൾ അവളുടെ യജമാനന്മാർക്കുണ്ടായിരുന്ന ലാഭം പോയത് മുഖാന്തരം അവളുടെ യജമാനന്മാരെല്ലാം കൂടി പൗലോസിനും ശീലാസിനെതിരെ വലിയ പ്രശ്നം ഉണ്ടാക്കി. അവരെ പിടിച്ച ചന്തസ്ഥലത്ത് വലിച്ചിഴച്ചുകൊണ്ട് കാരാഗ്രഹത്തിൽ അടച്ചു പൂട്ടിയെങ്കിലും പൗലോസും ശീലാസും അർദ്ധരാത്രിയുടെ സമയത്ത് കാരാഗ്രഹത്തിൽ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ ലോകം കണ്ടിട്ടില്ലാത്തൊരു അത്ഭുതം, അന്ന് വരെ എങ്ങും സംഭവിച്ചിട്ടില്ലാത്തതും മേലാൽ സംഭവിക്കുവാൻ സാധ്യത ഉള്ളതും എന്ന് വേണേ പറയാം. ലേലിയ ആ കാരാഗ്രഹത്തിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. അതിന്റെ അടിസ്ഥാനം കുരുങ്ങി. പൗലോസിന്റെ ശീലാസിന്റെ കാരാഗ്രഹത്തിൽ ഉണ്ടായിരുന്ന സകലരുടെയും കൈമേലുണ്ടായിരുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീണു. ലേലിയ കാരാഗ്രഹത്തിന് പുറത്തു വന്നു. അതുകൊണ്ട് കാരാഗ്രഹത്തിന് പോലും സുവിശേഷത്തെ ഒതുക്കാൻ കഴിയത്തില്ല. കാരാഗ്രഹത്തിന് പോലും സുവിശേഷം ഒതുക്കാൻ കഴിയില്ല. പിന്നാണോ നിങ്ങൾ ഒതുക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് ആ സുവിശേഷത്തെ ഒതുക്കാൻ ശ്രമിക്കുന്നത് ക്രിസ്തു വിശ്വാസികളെ കൊന്നൊടുക്കുക ചെയ്യുന്നത്. നിങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തെ, ക്രിസ്തു വിശേഷത്തെ, സുവിശേഷത്തെ ഭയപ്പെടുന്നതുകൊണ്ടാണ് നിങ്ങൾ അവരെ കൊല്ലുന്നത്. അല്ലേരിയ ഇത് കൊല്ലുന്നതല്ല ഈ സുവിശേഷം. ഇത് എല്ലാവർക്കും ജീവൻ കൊടുക്കുന്നതാ, പുതുജീവൻ കൊടുക്കുന്നതാ. അല്ലേരിയ പണ്ടേ ഞാനൊക്കെ മണ്ണായി മാറേണ്ടി, ഒരുപിടി മണ്ണായി മാറേണ്ടി എന്നെയൊക്കെ ഈ സുവിശേഷവും നേരെ നിർത്തിയത് കേട്ടോ. ഈ സുവിശേഷം എന്റെ ഉള്ളിൽ വന്നതുകൊണ്ടാണ്, സുവിശേഷം ഞാൻ അറിഞ്ഞത് കൊണ്ടാണ്, സത്യം ഗ്രഹിച്ചത് കൊണ്ടാണ്. യേശുവിന്റെ മരണത്തിലൂടെ യേശു ഒരു ഗോതമ്പോണി നിരത്തുകൊണ്ട് ചാകുന്ന പോലെ ചത്തത് കൊണ്ടാണ് യേശുവിന്റെ മരണത്തിൽ പുതുജീവൻ. ആ പുതുജീവനാണ് ഞാൻ. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരുമായി മാറണമെന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മൾ ദൈവവചനത്തിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവവചനം പറയുമ്പോൾ നമുക്ക് കാണുന്നത് കൊയ്ത്തിന് വേലക്കാരെ അയക്കണം. നിങ്ങളിൽ നിങ്ങളിൽ അവന്റെ ജീവൻ വെളിപ്പെടണം. കൊയ്ത്തിന് വേലക്കാരെ അയക്കണം. നിങ്ങളിൽ ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടണം. സഭയിൽ ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടണം. ഹല്ലേലൂയ. ഉയർപ്പിന്റെ ശുശ്രൂഷയായത് യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഉയർപ്പിന്റെ ശുശ്രൂഷയാ. മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുന്ന ശുശ്രൂഷയാ. പാപത്തിൽ നിന്ന് ഉയർപ്പിന്റെ ശുശ്രൂഷ, ശാപത്തിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഇതൊരു ഉയർപ്പിന്റെ ശുശ്രൂഷയാ. ഹല്ലേലൂയ. ഇതൊരു വിടുതലിന്റെ ശുശ്രൂഷയാ. ഇത് അത്ഭുതത്തിന്റെ ശുശ്രൂഷയാ. ഏത് പാപിക്കും മാനസാന്തരം ഉണ്ടാകുന്ന, ഏത് കുടുംബത്തിന് സഹായമായി മാറുന്ന, എല്ലാ കുടുംബത്തിന്റെയും മന്ത്രവാദ കെട്ടുകളിൽ നിന്ന് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ശക്തമായ വിടുതലിന്റെ ശുശ്രൂഷയാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതിന് വേലക്കാരി ആവശ്യമാണ്. അല്ലേരിയ താങ്കളെ ഒരു വേലക്കാരനായി കർത്താവ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുക. ക്രിസ്തുവിന്റെ ശിഷ്യനായി താങ്കളെ ദൈവം വേർതിരിച്ച് നിങ്ങളുടെ മേൽ അഭിഷേകം തന്ന് കൃപാവരങ്ങളെ തന്നുകൊണ്ട്, അല്ലേരിയ താങ്കളെ ഒരു അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ മനസ്സ് വെച്ച് കർത്താവിന്റെ ഹൃദയം കൊടുത്താൽ താങ്കളെ ഒരു അപ്പോസ്തനാക്കി മാറ്റാൻ ദൈവത്തിന്റെ കഴിവ്, ഒരു പ്രവാചകനാക്കി മാറ്റുവാൻ, ഒരു സുവിശേഷകനായി, ഇടയനായി, ഉപദേഷ്ടാവായി, ദൈവസഭയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ദൈവസഭയുടെ ഉന്നതമായ സ്ഥാനങ്ങളിൽ താങ്കളെ ഇരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അല്ലേരിയ താങ്കൾ നല്ലൊരു മിഷണറിയാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സ്തോത്രം കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. ലേരിയ ഞങ്ങളുടെ പ്രാർത്ഥന എന്താ? കൊയ്ത്തിലെ വേലക്കാരെ വേണം. അതാണ്, പണം വേണമെന്നല്ല, വേലക്കാരെ വേണം. ഞങ്ങൾക്കിവിടെ കോടാനുകോടി രൂപയുണ്ടാക്കി വട്ടുപ്പാവിൽ ഉറങ്ങുവാനും മട്ടുപ്പാവിൽ ജീവിക്കുവാനും ആഡംബരമായി ജീവിക്കുവാനും ഒന്നുമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കർത്താവിന് വേണ്ടി ശിഷ്യന്മാരെ വാർത്തെടുക്കുക. സ്തോത്രം. ദൈവരാജ്യത്തിൽ അനവധി ആളുകൾ കാണുക. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, താങ്കൾക്കൊരു മരണമുണ്ട്. താങ്കൾക്ക് ഈ ലോകത്തിൽ എല്ലാ കാലത്തും ജീവിക്കാൻ പറ്റത്തില്ല. ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വയസ്സ്, ചിലപ്പം കുറച്ചുകൂടെ മുന്നോട്ട് പോയൊക്കെ ഈ കാലഘട്ടത്തിൽ ശൈശവത്തിൽ തൊട്ട് അല്ലെങ്കിൽ ആ കുട്ടികൾ മരിക്കുക. എന്തിനാ? അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങൾ മരിക്കുന്നു. അതുപോലെ ഒരുപാട് ഭ്രൂണഹത്യ നടക്കുന്ന കാലഘട്ടമാണ്. അല്ലേലിയ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങൾ ദൈവരാജ്യത്തിൽ ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ സുവിശേഷം പറയുന്നത്. മനുഷ്യനും മരണത്തോടുകൂടി രണ്ടവസ്ഥയാണ്. ഒന്ന് പാപിയായ മനുഷ്യന് മരണത്തോടുകൂടി നരകവും, ഒന്ന് വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്, കർത്താവിൽ വിശ്വസിക്കും വിശുദ്ധനും മരണത്തോടുകൂടി നിത്യജീവൻ പ്രാപിച്ചവന് സ്വർഗവും. അത് രണ്ടിലേതാ നിങ്ങൾക്ക് വേണ്ടി? നരകം വേണോ സ്വർഗം വേണോ? ഒരു പാപിക്കും സ്വർഗത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. ഒരു പാപിക്ക് സ്വർഗം കാണാൻ പോലും പറ്റത്തില്ല.
പാപിയുടെ അവസ്ഥ പാതാളം തന്നെയാണ്. പാപി ചെല്ലുന്നിടമെല്ലാം പാതാളം എന്ന് പറഞ്ഞ പാപിക്ക് എന്നും പാതാളമാണ്. എന്നാൽ വിശുദ്ധനെ ദൈവം സ്വർഗം വെച്ചിരിക്കുന്നു. താങ്കൾക്ക് ആ സ്വർഗരാജ്യം തരാൻ വേണ്ടി യേശു നിങ്ങളുടെ മുമ്പിൽ കരം നീട്ടിയിരിക്കുക. ലേരിയ നിങ്ങളുടെ മുമ്പിൽ ആ മുറിവേറ്റ കരം നീട്ടിയിരിക്കുന്നു. ആ കരങ്ങളിൽ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ, ഉള്ളകരങ്ങളെ വരയ്ക്കുവാൻ, ഉള്ളകരങ്ങൾ നിങ്ങളെ ചുമക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത, ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത പുതിയ യെരൂശലേം സ്വർഗരാജ്യം, ദൈവരാജ്യം നിങ്ങൾക്ക് നൽകുവാൻ യേശു ആഗ്രഹിക്കുന്നു. അല്ലേരിയ. അതുകൊണ്ടാണ് താങ്കൾ പാപത്തിൽ നിന്ന് മടങ്ങി വരണമെന്ന് പറയുന്നത്. അല്ലേരിയ. അപ്പൊ ഇവിടെ അല്ലേരിയ, സ്തോത്രം. അല്ലേരിയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലേരിയ. ഇവിടെ എന്നെ കേൾക്കുന്ന സ്നേഹിത, നാം ദൈവത്തിന്റെ വചനം വായിക്കും കാണാൻ കഴിയുന്നുണ്ട്. വില്യം കയറി ഇംഗ്ലണ്ടില് ഒരു ചെരുപ്പൂത്തിയായിരുന്നു. നിങ്ങളുടെ വില്യം കയറി ഇംഗ്ലണ്ടിൽ ഒരു ചെരുപ്പൂത്തിയായിരുന്നു. എന്നാൽ എങ്ങനെയാണെന്ന് അറിയില്ല, അദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ചുള്ള വലിയൊരു ഭാരമുണ്ടായി. അദ്ദേഹം ചെരുപ്പൂത്തിയായി ഇംഗ്ലണ്ടിൽ തന്റെ ജോലി ചെയ്യുമ്പോൾ ഇന്ത്യയെക്കുറിച്ച് വലിയൊരു ഭാരമുണ്ടായി. അദ്ദേഹം വേല ചെയ്തുകൊണ്ട് അതിന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ചുവരിൽ തൂക്കിയിട്ടിരുന്ന ഇന്ത്യയുടെ പടത്തെ നോക്കി, ഭൂപടത്തെ നോക്കി ഇന്ത്യക്ക് വേണ്ടി എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ഈ വില്യം കയറി. അല്ലേറിയ. അദ്ദേഹം ഇന്ത്യ കണ്ടിട്ടില്ല, ഇന്ത്യയിൽ വന്നിട്ടില്ല. അദ്ദേഹം ഒരു ചെരുപ്പൂത്തിയാണെങ്കിലും തന്റെ ജോലി സമയത്ത് തന്റെ മുമ്പിൽ ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഇന്ത്യയുടെ പടത്തെ കണ്ടിട്ട് അദ്ദേഹം എന്നും ഇന്ത്യക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലേറിയ. മാത്രമല്ല, സ്തോത്രം. അല്ലേലൂയ. മാത്രമല്ല, അദ്ദേഹം നിരവധി തവണ ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലേലൂയ. അദ്ദേഹത്തോട് ഒരിക്കൽ കർത്താവ് പറഞ്ഞു, അല്ലേലൂയ, നിലവെ പട്ടണത്തെ ജനത്തെക്കുറിച്ച് യോനിയോട് പറഞ്ഞ പോലെ കർത്താവ് പറഞ്ഞു, ഇടം കൈയും അല്ലേലൂയ വലം കൈയും തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനും മനുഷ്യരും അനേക മൃഗങ്ങളും ഉള്ള മഹാനഗരമായ നിലവിയോട് എനിക്ക് അയ്യോഭാവം തോന്നരുത് എന്ന് അല്ലേലൂയ യോനിയോട് യഹോവയെ ദൈവം ചോദിച്ചതുപോലെ വില്യം കയറിയോട് ദൈവം ചോദിച്ചു. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇടം കൈയും വലം കൈയും തിരിച്ചറിയാതെ ഇന്ത്യ രാജ്യത്തിൽ കിടക്കുന്നു. 1000 മൃഗങ്ങളും അവരുടെ സമ്പത്തുകളെല്ലാം കിടക്കുന്നു. അല്ലേലിയ. അതുകൊണ്ട് വില്യം കയറിക്കുള്ളിൽ വലിയൊരു ആത്മഭാരമുണ്ടായി. ആത്മഭാരം താൻ ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി കരയുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അല്ലേലിയ. സ്തോത്രം. ആ മനുഷ്യനെ ദൈവം എന്ത് ചെയ്തു? ചില നാളുകൾക്ക് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലേക്ക് അയച്ചു. ആ മനുഷ്യനെ ദൈവം ഇന്ത്യയിലേക്ക് അയച്ചു. വലിയൊരു അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഇന്ത്യയെ ദൈവം സന്ദർശിച്ചു. അടിമത്തത്തെ തകർത്തു. ഇന്ത്യയെ സുവിശേഷ വെളിച്ചത്തിൽ നിറയ്ക്കുവാൻ അദ്ദേഹം പ്രാർത്ഥിച്ചു. ഹിമാലയം മുതൽ അല്ലേലൂയ ഇന്ത്യ വരെയുള്ള ജനങ്ങളെ നിന്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അല്ലേലൂയ. സ്തോത്രം. ഈ ഇന്ത്യയിലുള്ള മുഴുവൻ ജനതയും യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് അവന്റെ പാപത്തിന്റെ കറകളെ നീക്കി, ശാപത്തെ നീക്കി, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നീക്കിക്കളഞ്ഞ്, മനുഷ്യ കുരുതികളും ബലികളും ഒക്കെ നീക്കിക്കളഞ്ഞ് അല്ലേലൂയ സത്യമാർഗത്തിലേക്ക് അവനെ കൊണ്ടുവരണം. എന്റെ പാപത്തിന് പരിഹാരം കൊടുക്കണമേ. അവനെ ഒരു വിശുദ്ധനാക്കി മാറ്റണം, അങ്ങനെ ശിഷ്യനാക്കി മാറ്റണം, ദൈവരാജ്യത്തിന്റെ മകനാക്കി മകളാക്കി മാറ്റണമെന്ന് വില്യം കയറി എന്ന് പറയുന്ന ആ ഭക്തൻ ശക്തമായി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കേട്ടോ. അല്ലേലൂയ. ആ പ്രാർത്ഥന ദൈവം ഏറ്റെടുത്തു. ആ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു. വില്യം കയറിയുടെ ഉള്ളിലുണ്ടായിരുന്ന ഇന്ത്യയെ കുറിച്ചുള്ള ആ വലിയ ആത്മഭാരം പിന്നത്തേതിൽ 1000കണക്കിന് ലക്ഷക്കണക്കിന് ആത്മാക്കൾ പുറത്തു വന്നു. ഇതൊന്നും പണം കൊടുത്ത് ചെയ്തതല്ല കേട്ടോ. ഇല്ലെങ്കിൽ പണം കൊടുത്ത് മേടിതല്ല. അതേ ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. ചെരുപ്പ് ആമ ഉണ്ടാക്കുന്ന വ്യക്തിയായിരുന്നു. അല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാം. അല്ലേലൂയ. സ്തോത്രം. അദ്ദേഹത്തിലൂടെ ദൈവം 1000കണക്കിന് മിഷന്മാരെ അല്ലയോ പുറത്തെടുത്തോ. അല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, നിങ്ങളെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകണം. നിങ്ങളെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകണം. ഇവിടെ നമുക്കറിയാം അനവധി ബലികൾ നടക്കാറുണ്ട്. കാളയും എരുമയും കോഴിയും ഒക്കെ ബലി കൊടുക്കുന്ന രക്തം കൊണ്ട്. എന്നെ കേൾക്കുന്ന ഒരു കോഴിയുടെ രക്തത്തിനോ, ഒരു കാളയുടെ രക്തത്തിനോ, ഒരു പോത്തിന്റെ രക്തത്തിനോ, ഇനി ഒരു പക്ഷിയുടെ രക്തം കൊണ്ടോ നിങ്ങളുടെ പാപത്തിന്റെ കറ കഴുകാൻ പറ്റത്തില്ല. നിങ്ങളെ പാപത്തിന് ശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ പാപത്തിന്റെ കറ കഴുകുവാൻ, നിങ്ങളുടെ പാപത്തെ ശുദ്ധീകരിക്കുവാൻ, നിങ്ങളെ അധാർമികതയിൽ നിന്ന് വിടിവിച്ചു കൊണ്ടുവരാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ. യേശുവിന്റെ രക്തം ജീവനുള്ള രക്തമാണ്. അത് അന്നും ഇന്നും ജീവനുള്ള രക്തം. അതുകൊണ്ടാണ് 1 യോഹന്നാന്റെ ലേഖനം 1:7 പറയുന്നത്, തന്റെ പുത്രനും കർത്താവുമായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന്. അപ്പൊ യേശുവിന്റെ രക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്ന കാളയുടെ, പോത്തിന്റെ, കോഴിയുടെ, പക്ഷിയുടെ, മനുഷ്യനെ ബലി കഴിച്ചവന്റെ രക്തം കൊണ്ട് പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയില്ല.
അങ്ങനെയൊക്കെ ചെയ്യുന്ന നിങ്ങളുടെ ജീവിത രീതികളും നിങ്ങളുടെ ശുശ്രൂഷ വിശ്വാസം അന്ധവിശ്വാസമാണ്. ഈശ്വരോ ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങി. അതുകൊണ്ട് വില്ലും കീറി ആത്മഭാരത്തോടെ പ്രാർത്ഥികർത്താവ് ഇന്ത്യയിലെ ജനത്തെ മുഴുവൻ അങ്ങയുടെ രക്തം കൊണ്ട് കഴുകണമേ. ഹല്ലേലൂയ. സ്തോത്രം. അത് പിന്നത്തേത് സംഭവിച്ചു എന്നുള്ളതാണ്. ആത്മഭാരം അധികമാകുമ്പോൾ ചുവരിൽ തൂക്കിയിട്ടിരുന്ന ഇന്ത്യയുടെ പടത്തെ തറയിൽ വിരിച്ച് അദ്ദേഹം അതിന്മേൽ കിടന്ന് ഉരുണ്ട് കിടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇയാൾ ഈ വില്ലും കയറി ചിലപ്പോൾ ആത്മഭാരം കൊണ്ട് കൂടി പ്രാർത്ഥനയുടെ ആ അനുഭവം തന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇന്ത്യയുടെ പടത്തെ എടുത്ത് നിലത്ത് വിരിച്ചിട്ടിട്ട് വില്ലും കയറി അതിന്മേൽ കിടന്ന് ഉരുളുമായിരുന്നു. ഹല്ലേലൂയ. അതിൽ കിടന്ന് ഉരുണ്ടുകൊണ്ട് ഇന്ത്യയെ രക്ഷിക്കണമേ എന്ന് കണ്ണുനീരോടുകൂടി വില്യം കയറി പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് ഞാൻ വില്യം കയറിയെ കുറിച്ച് വായിച്ചപ്പോൾ പുസ്തകത്തിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എനിക്ക് വളരെ ആത്മഭാരം തോന്നി. വില്യം കയറി എന്ന് പറയുന്ന മനുഷ്യന് ഇന്ത്യയുടെ പടം കണ്ടപ്പോൾ അവിടുത്തെ ജനത്തെ മുഴുവൻ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കണമെന്നുള്ള ആത്മഭാരത്തോടെ ആ ഇന്ത്യയുടെ പടത്തിന്മേൽ കിടന്ന് ഉരുണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച വില്യം കയറി. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാർ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് വേലക്കാരെ അയക്കേണ്ട അപേക്ഷിപ്പിൻ. വില്യം പ്രാർത്ഥിച്ചു. ഞങ്ങളും അത് തന്നെ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, നിങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി, നിങ്ങളുടെ ശുദ്ധീകരണത്തിന് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിന്റെ ശാപം മാറുക, നിന്റെ കുടുംബത്തിന്റെ ശാപം മാറുക, മക്കളുടെ ശാപം മാറുക, ബന്ധനം മാറുവാൻ കാലാകാലങ്ങളായി പാരമ്പര്യമായി നിന്റെ കുടുംബത്തിന് വ്യാപരിക്കുന്ന അന്ധകാരത്തിന് വ്യാപാര മണ്ഡലങ്ങളെ നീക്കിയിട്ട് ക്രിസ്തുവിൽ സ്വതന്ത്രമായി മാറാൻ വേണ്ടി ഞങ്ങൾ ഇന്ത്യ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിലെ അവസാന ജനം രക്ഷിക്കപ്പെടുന്നിടം വരെ ലോകരാജ്യം 800 കോടി ജനത്തിലധികം അവർ രക്ഷിക്കപ്പെടും. അവസാനത്തെ വ്യക്തി രക്ഷിക്കപ്പെടുന്നിടം വരെ ലോകമെമ്പാട് സുവിശേഷം ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ അധികാരം വേണ്ട, ഞങ്ങൾക്ക് കസേര വേണ്ട, ഞങ്ങൾക്ക് ഇന്ത്യയുടെ അധികാരം വേണ്ട, ലോകരാജ്യ അധികാരം വേണ്ട, ഞങ്ങൾക്ക് സംസ്ഥാന അധികാരം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ജനത്തെ മതി, ആത്മാക്കളെ മതി. പാപിയായി മനുഷ്യന്റെ മാനസാന്തരം ഞങ്ങളുടെ ആവശ്യം. ഹല്ലേലൂയ. രക്തം ചെയ്യും. പ്രൈസ്. സുവിശേഷം നിന്റെ ഹൃദയത്തിൽ വന്നാൽ നിന്റെ ജീവിതത്തിന്റെ ശാപങ്ങൾ മാറും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ മിഷണറി അങ്ങനെ കണ്ണുനീരോടുകൂടി ഈ വ്യക്തി പ്രാർത്ഥിക്കും. ഒരു ദിവസം അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. ഹല്ലേലൂയ. അടച്ചു പൂട്ടി മുദ്ര വെച്ചിരുന്ന സാത്താന്റെ തന്ത്രങ്ങളെ പൊട്ടിച്ചിട്ട് ആമി പാരമ്പര്യത്തിൽ ശാപത്തിലും ബന്ധനത്തിലും പാപത്തിലും കിടന്ന അടിമകളായിരുന്ന ജനത്തെ അടിമത്തത്തിൽ നിന്ന് വില്യം കയറി വില കൊടുത്തു വാങ്ങി. ഹല്ലേലൂയ. അങ്ങനെ ഇന്ത്യ ദേശത്തിന്റെ അടിസ്ഥാനം ഇളകുന്ന വിധത്തിൽ ആമി വേലക്കാരെ അതങ്ങ് എഴുന്നേൽപ്പിച്ച് ഇന്ത്യയെ ആമി സുവിശേഷത്താൽ ഇളക്കി മറിയിക്കത്തക്ക നിലയിലേക്ക് സുവിശേഷത്തിന്റെ ശക്തി വ്യാപിച്ചത് വില്യം കയറിയെ പോലെയുള്ള ശക്തനായവരുടെ പ്രാർത്ഥനയാണ്, ആത്മഭാരമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്ത്രീ സ്നേഹിക്കുന്ന അദ്ദേഹം തന്നാൽ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ആദ്യത്തോടെ നിർവഹിച്ചിട്ടാണ് അദ്ദേഹം നിത്യത്തിലേക്ക് പ്രവേശിച്ചത് കേട്ടോ. അതുകൊണ്ട് സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനെ ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും വേണ്ടി എനിക്കും പ്രാർത്ഥനയിൽ പൂർണ്ണമായി സ്ഥിരത കാണിക്കാൻ പൗലോസ് പറയുന്ന പോലെ ഞാൻ പകൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ മാനസാന്തരപ്പെടണം കേട്ടോ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്താവ് യേശുക്രിസ്തുവിന് വേണ്ടി നിൽക്കണം. അതുകൊണ്ട് കൊയ്ത്ത് വളരെ വേലക്കാരെ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനുണ്ട് കൊയ്ത്തിലേക്ക് വേലക്കാരായി അപേക്ഷിക്കുന്നു. അത് നിങ്ങൾ ക്രിസ്തുവിന്റെ സുവിശേഷകനായി ക്രിസ്തുവിന്റെ നല്ല പ്രാണായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധങ്ങളുടെ നല്ല ദൈവം ഈശ്വർക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെടാൻ നല്ല സമയത്തിനായി ഈ വചനം കേട്ടു കേരളത്തിൽ ലോകരാജ്യം അവസാന വ്യക്തി വരെ രക്ഷിക്കപ്പെടുന്നിടം വരെയും കർത്താവ് ഈ ജനത്തിന് പ്രാർത്ഥിക്കുക ഞങ്ങൾ ഒരുക്കണമേ. പാപത്തിലും ശാപത്തിലും രോഗത്തിലും ബന്ധനകപ്പെട്ടിട്ട് അനേകർ അത് വിടിവിക്കപ്പെടും. മടങ്ങിയ ഒരു അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദുർമന്ത്രവാദം ദുർസേവകളും ദുർഭൂത ആചാരങ്ങളും ഇന്നും മനുഷ്യക്കുരുതികൾ വിവിധ മൃഗങ്ങളെ ബലികഴിച്ച് പാപത്തിന് പരിഹാര ശുദ്ധീകരണത്തിന് മനുഷ്യൻ അന്ധമായി വിശ്വസിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് വലിയൊരു കൂട്ടം ജനത്തെ എഴുന്നേൽപ്പിക്കണമേ. ലോകമെമ്പാടുള്ള എല്ലാ ഗ്രാമാന്തരങ്ങളിലേക്കും കർത്താവ് സുവിശേഷത്തെ ഐക്യടനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുക. അനേക സുവിശേഷത്തിന് വേണ്ടി അനേകർ ചുമൽക്കൊടുക്കുവാൻ ദിവസം ഒരുക്കണമേ. എന്റെ കുടുംബങ്ങളിൽ ശൈശവത്തിൽ ബാല്യത്തിൽ കൗമാരി യൗവനത്തിൽ വാഗ്ദാനം ബർത്ത് യാചകർ ഓർഫണേജുകളുടെ ജീവിത തടവറയിലായിരിക്കുന്ന രാജ്യരാഷ്ട്ര തലമുറ അധികാരികൾ ഭരണ നേതാക്കന്മാർ എല്ലാ ക്രമസമാധാനം എല്ലാ മത നേതാക്കന്മാരെയും തീവ്രവാദ ഭീകര വർഗീയത അകപ്പെട്ട് കിടക്കുന്ന സകല ജനത്തിനും ദൈവം മാനസാന്തരം കൊടുക്കണമേ. ആരും നഷ്ടപ്പെട്ടു ദൈവരാജ്യത്തിന് അവകാശമായി തീരുവാൻ ഈ ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല മുഖത്തും എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ.